ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയ ക്ലബ് ഫുട്ബോളിൽ കഴിഞ്ഞ രാവിലെ 7 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ നടന്നത്. ഹാലൻഡിന്റെ ഗോളടിയും സിറ്റിയുടെ വിജയവും പതിവ് കാഴ്ചയായപ്പോൾ ലിവർപൂൾ പരാജയപ്പെട്ടത് ഞെട്ടിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ചെൽസി ടീമുകളും വിജയം സ്വന്തമാക്കി. പിന്നിൽ പോയ ശേഷം തിരിച്ചുവരവിലൂടെ അസ്റ്റൺ വില്ലയുടെ വിജയവും കാണാനായി. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ബ്രെൻറ്റ്ഫോർഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു സിറ്റിയുടെ ജയം. ഹാളണ്ടാണ് 2 ഗോളുകളും നേടിയത്. ഇതോടെ 4 കളികളിൽ നിന്ന് ഹാളണ്ടിന്റെ ഗോൾ എണ്ണം 9 ആദ്യ 4 കളികളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ഇതോടെ റൂണിയെ മറികടന്ന് ഹാളണ്ടായി. അതേസമയം 4 കളിയും ജയിച്ച സിറ്റി 12 പോയിന്റോടെ പെർഫെക്റ്റ് റൺ തുടരുകയാണ്. സിറ്റി മാത്രമാണ് ഇതുവരെ കളിച്ച എല്ലാ മത്സരവും ജയിച്ചിരിക്കുന്നത്. ഇന്നലെ സ്വന്തം മൈതാനത്ത് ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് മുന്നിൽ വീണു. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു ലിവർപൂളിന്റെ തോൽവി. 72-ാം മിനിറ്റിൽ കൾലം ഹഡ്സൺ-ഒഡോയിയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വിജയ ഗോൾ നേടിയത്. അർനെ സ്ലോട്ടിന് കീഴിൽ സീസണിലെ ലിവർപൂളിന്റെ ആദ്യ തോൽവിയാണിത്. ആദ്യ 3 മത്സരങ്ങളും ലിവർപൂൾ വിജയിച്ചിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയവഴിയിൽ തിരികെ എത്തി. തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ സതാംപ്ടനെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു യുണൈറ്റഡിന്റെ വിജയം. മത്സരത്തിന്റെ 33-ാം മിനിറ്റിൽ സതാംപ്ടന് പെനാൽറ്റി ലഭിച്ചുവെങ്കിലും ആർച്ചർ എടുത്ത യുണൈറ്റഡ് കീപ്പർ ഒനാന തടഞ്ഞു. പിന്നാലെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ ഡിലൈറ്റ് യുണൈറ്റഡിന് ലീഡ് നൽകി. 41-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് യുണൈറ്റഡിന്റെ ലീഡ് ഇരട്ടിയാക്കുകയും മത്സരത്തിന് ഇഞ്ചുറി ടൈം ഗോളിൽ ഗർനാച്ചോ യുണൈറ്റഡിന്റെ വിജയം പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് ബോൺമൗത്തിനെ നേരിട്ട ചെൽസിയും ജയം സ്വന്തമാക്കി. എതിരില്ലാത്ത ഒറ്റ ഗോളിനായിരുന്നു ചെൽസിയുടെ ജയം. മത്സരത്തിന്റെ 86-ാം മിനിറ്റിൽ ക്രിസ്റ്റഫർ എൻകുക്കുവാണ് ചെൽസിയുടെ വിജയ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ആസ്റ്റൺ വില്ല എവർട്ടനെ പരാജയപ്പെടുത്തി. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു വില്ലയുടെ ജയം. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ എവർട്ടൺ വില്ലയ്ക്കെതിരെയും 2 ഗോളുകൾക്ക് മുന്നിലെത്തിയിട്ടാണ് തോൽവി വഴങ്ങിയത്. 16-ാം മിനിറ്റിൽ മക്ടെയിലിന്റെയും 27-ാം മിനിറ്റിൽ കാൽവർട്ട് ലെവിന്റെയും ഗോളിൽ എവർട്ടൺ മുന്നിലെത്തി. എന്നാൽ 36-58 മിനിറ്റുകളിൽ ഗോൾ നേടി ഒലി വാറ്റ്കിൻസ് അസ്റ്റൺ വില്ലയെ ഒപ്പമെത്തിച്ചു. തുടർന്ന് 76-ാം മിനിറ്റിൽ ജോൺ ഡൊറാൻ വില്ലയ്ക്കായി വിജയ ഗോളും നേടി. 4 കളിയിൽ 9 പോയിന്റുമായി അസ്റ്റൺ വില്ല 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 4 കളിയും തോറ്റ എവർട്ടൺ അവസാന സ്ഥാനത്താണ്. 3 മത്സരങ്ങളാണ് സമനിലയിൽ പിരിഞ്ഞത്. ബ്രൈറ്റൺ ഇപ്സ്വിച്ച് ടൗൺ മത്സരം ഗോൾ രഹിതമായിരുന്നു. ഫുൾഹാം വെസ്റ്റ് ഹാം മത്സരം ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. 24-ാം മിനിറ്റിൽ റൗൾ ഗിംനസിന്റെ ഗോളിൽ മുന്നിലെത്തിയ ഫുൾഹാമിനെതിരെ 95-ാം മിനിറ്റിൽ ഡാനിങ്സിന്റെ ഗോളിലൂടെ വെസ്റ്റ് ഹാം സമനില പിടിക്കുകയായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ലെസ്റ്റർ സിറ്റി മത്സരം ഇരു ടീമുകളും 2 ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു. 21-ാം മിനിറ്റിൽ ജെയ്മി വാർഡിയിലൂടെയും 46-ാം മിനിറ്റിൽ മൗഡിറ്റിയുടെയും ഗോളിൽ മുന്നിലെത്തിയ ലെസ്റ്ററിനെതിരെ മറ്റേറ്റയുടെ ഇരട്ട ഗോളുകളിൽ ക്രിസ്റ്റൽ പാലസ് സമനിലയിൽ പിടിക്കുകയായിരുന്നു. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. വൈകിട്ട് 6:30 നടക്കുന്ന പോരാട്ടത്തിൽ ആഴ്സണൽ ടോട്ടനത്തെ നേരിടും. രാത്രി 9 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ന്യൂകാസിൽ വോൾസിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.